നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ ഇന്ന് അതിന്റെ VSSC റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഗുരുതര വിഷയങ്ങളാണ് അതിലുള്ളത് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ കരുതിയതിനുമൊക്കെ അപ്പുറത്തേക്ക് ചില കൊള്ളകൾ അവിടെ നടന്നിരിക്കുന്നു. അതായത് പൂർണ്ണമായും ഈ സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോയിട്ട് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണോ കൊണ്ടുവച്ചത് എന്നുള്ള ഒരു തരത്തിലേക്ക് ചില സംശയങ്ങൾ വരുന്നു. അത് സാധൂകരിക്കുന്ന VSSC റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ നമ്മൾ കേട്ടതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു കൊള്ളയുടെ വശമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യ ചരിത്രം മുതൽ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങുന്നത് വരെയുള്ള നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന, നമ്മൾ സംശയിക്കുന്ന ഒട്ടനവധി തലങ്ങളുണ്ട് ഈ കൊള്ളയ്ക്ക്. ആദ്യം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം നടത്തിയൊരു പരിശോധനയിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയതിൽ അസ്വാഭാവികതയുണ്ട് എന്ന ആദ്യ റിപ്പോർട്ട്. അപ്പോൾ നമുക്കും ഉള്ളിലൊരു ഭയം തോന്നി, എന്തിനാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയത്, അതിൽ നിന്ന് കുറച്ചെങ്കിലും ചുരണ്ടിയെടുത്തോ, ഇത്തരം സംശയങ്ങൾ. പിന്നീട് അനുബന്ധമായി മറ്റ് ചില തെളിവുകൾ പുറത്തേക്ക് വന്നു. ഈ സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്ടിലും കർണാടകയിലും പിന്നീട് ഹൈദരാബാദിലുമൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിച്ചു. ഈ പൂജകൾക്കെന്ന പേരിൽ ഇത് വലിയ വലിയ വമ്പൻ വ്യവസായികളെ കാണിച്ചു. അപ്പോൾ നമ്മൾ കരുതിയത് ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു ചൂഷണം നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അമൂല്യമായ വിശ്വാസ സമൂഹം വലിയ ഭക്തി ആദരങ്ങളോടെ കാണുന്ന ഈ സ്വർണ്ണപ്പാളികൾ ഓരോരോ സ്ഥലങ്ങളിലെത്തിച്ച് പൂജ നടത്തി അവരിൽ നിന്നൊക്കെ പണം പിടുങ്ങിയെന്നാണ്. പക്ഷെ പിന്നീട് കേരളം നടുങ്ങിയത് ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തിലാണ്. കപൂർ മോഡലിൽ ഒറിജിനൽ സ്വർണ്ണപ്പാളികളും അമൂല്യ വസ്തുക്കളും ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചോ എന്നുള്ളൊരു സംശയം. അപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണം കേട്ടപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ തോന്നി. അന്വേഷണം ശക്തമാക്കാൻ കോടതി ശക്തമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നതാണോ എന്ന സംശയം നമുക്കൊക്കെ തോന്നിയത്. പക്ഷെ കോടതിക്ക് ചില ഉറച്ച ബോധ്യങ്ങൾ തുടക്കം മുതലുണ്ടായിരുന്നു. അത് ആ വിജിലൻസ് റിപ്പോർട്ടിൽ തുടങ്ങിയതാണ്. ദേവസ്വം ബോർഡിൻ്റെ ഒരു കമ്മീഷണർ നൽകിയ ആദ്യ റിപ്പോർട്ടിലാണ് ഹൈക്കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പിന്നീട് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ സത്യസന്ധമായ ചില വസ്തുതകൾ പുറത്തേക്ക് വന്നു. അതിലാണ് പലപ്പോഴായി ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികളും അമൂല്യ വസ്തുക്കളുമൊക്കെ പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. പമ്പ കടന്നു എന്ന് പറയുന്നത് പോലെ പുറത്തേക്ക് കടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴൊക്കെ ഇത്രയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം അയ്യപ്പനോടുള്ള ഭക്തി, അയ്യപ്പൻ്റെ മുതലൊക്കെ കട്ടെടുത്ത് കൊള്ളക്കാർ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ, അതിലേക്ക് ഉൾക്കൊള്ളാൻ വിശ്വാസ സമൂഹത്തിന് അത്ര പെട്ടെന്ന് കഴിയില്ല. കുറച്ചൊക്കെ പോയി കാണും, ശബരിമലയിൽ എല്ലാ കാലത്തും കുറച്ച് കൊള്ള നടക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ പ്രസ്താവനകൾ നടത്തി നമ്മളതിൻ്റെ ഒരു ഗൗരവത്തിൻ്റെ ആഴം കുറച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്ന ഈ ഗുരുതര പരാമർശം, നമുക്കിവിടെ നിന്ന് പിന്നോട്ട് പോകാം. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയെന്നാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ശ്രദ്ധേയമായ പല നിരീക്ഷണങ്ങളും ശബരിമലയിലെ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ മാറ്റി എന്ന സംശയം. എന്തുകൊണ്ടാണ് സംശയം പ്രകടിപ്പിച്ചത്? VSSCയുടെ ശാസ്ത്രീയ പരിശോധനയിൽ കാലപ്പഴക്കം ചെന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ അല്ല ഇപ്പോഴുള്ളത്, പകരം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളികളാണ് ഇരിക്കുന്നത്. പുതിയ ചില വിവരങ്ങൾ നമുക്കിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയും ചില വമ്പന്മാർ അഴിക്കുള്ളിലാകാനുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലേറെ സ്വാധീന ശക്തിയുള്ള വമ്പന്മാരായ ഈ പ്രതികൾ ഇപ്പോൾ അഴിക്കുള്ളിലായി നിൽക്കുന്നത് 16 പ്രതികളാണ്. ഈ 16 പ്രതികളിൽ മിക്കവരും ആദ്യം വിജിലൻസ് കോടതികളിൽ ജാമ്യാപേക്ഷ നൽകുന്നു, പിന്നീട് ഹൈക്കോടതിയിൽ നൽകുന്നു. ഹൈക്കോടതിയിൽ വിവിധ ഘട്ടങ്ങളിലായി ഗോവർദ്ധനെ പോലെയുള്ള വലിയ പണച്ചാക്കുകൾ വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു. എന്നാൽ ഒരു വേളയിൽ പോലും ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കോടതി തയ്യാറാകുന്നില്ല. കടുത്ത ജാമ്യോപാധികൾ വെച്ച് പോലും ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ കോടതി തയ്യാറാകുന്നില്ല. നമുക്ക് ലഭിക്കുന്നതാകെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ചോർന്നു വീഴുന്ന ചില വാർത്താ തുണ്ടുകൾ ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ലഭിക്കുന്ന കൂട്ടത്തിൽ നമുക്കും ലഭിക്കുന്നു. അത് നമ്മൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിലപ്പുറം ഭയാനകമായ പല കണ്ടെത്തലുകളും SIT ഇതിനകം നടത്തിക്കഴിഞ്ഞു.
അതൊക്കെ ഇന്ന് SIT ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിലുണ്ട്. അതിലപ്പുറം ഹൈക്കോടതിക്ക് മുൻപാകെ SITയുടെ SP-മാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തിയിരിക്കാം എന്ന കോടതിയുടെ സംശയം സാധൂകരിക്കുന്ന തലത്തിൽ ഒടുവിൽ അന്വേഷണം എത്തി നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഹൈക്കോടതിയിൽ ഒരു അയ്യപ്പ സാന്നിധ്യം കാണുന്നത് കൊണ്ടാണ്. ഇന്ന് ഹൈക്കോടതി നടത്തിയ രൂക്ഷമായ ചില കണ്ടെത്തലുകളുണ്ട്. അതിലപ്പുറം ഹൈക്കോടതി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അനുമോദിച്ചിരിക്കുന്നു. അവർക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. കോടതിയുടെ നീക്കം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കോടതി. തുടക്കം മുതൽ ശകാരിക്കുമെങ്കിലും വിമർശിക്കുമെങ്കിലും അന്വേഷണ സംഘത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വളരെ സെലക്ട് ചെയ്തെടുത്ത സത്യസന്ധരായ അയ്യപ്പ വിശ്വാസികളായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് പിന്തുണ നൽകണമെന്ന് നമ്മൾ കേട്ടതാണ്. ഇതിനു മുൻപ് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം കൊടുക്കരുതെന്ന് മാധ്യമങ്ങളെ പോലും ഹൈക്കോടതി ഉപദേശിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? അത്തരം സമ്മർദ്ദങ്ങൾ അവർക്ക് മേൽ ചെന്നാൽ പല വമ്പന്മാരിലേക്കും അന്വേഷണം എത്താൻ കഴിയില്ല. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നമ്മൾ ദിവസങ്ങൾക്ക് മുൻപ് കണ്ടു. KP ശങ്കരദാസ് എന്ന വലിയൊരു സ്വാധീനമുള്ള വലിയൊരു പടച്ചാക്ക് തിരുവനന്തപുരത്തെ SP മെഡിഫോർട്ടിൽ ICUവിൽ വളരെ സുരക്ഷിതനായി കഴിയുന്നു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് വലിയ സ്വാധീന വലയമുണ്ട്. അതിലപ്പുറം രോഗിയാണ്, അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിലൊക്കെ ആക്കിയെന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ടത്. പിന്നീട് ICUവിൽ കിടക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിൽ ദേഹമാസകലം വയറുകളൊക്കെ കടുപ്പിച്ച് കിടക്കുന്നൊരു ഫോട്ടോ സമർപ്പിച്ചു. അത് മാധ്യമങ്ങൾക്കൊക്കെ ചോർത്തിക്കൊടുത്തി. അപ്പോൾ ഏത് വിധേനയും ICUവിൽ കിടക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ നമ്മൾ കണ്ടു, അധികകാലം ആ ICU വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ശങ്കരദാസിനും കൂട്ടാളികൾക്കും കഴിഞ്ഞില്ല. കോടതിയുടെ ശക്തമായ ഇടപെടൽ. കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞു, ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതാണ് നല്ലതെന്ന്. ഇതോടെ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ഒക്കെ ഭയന്നു. രണ്ട് ഭയം. ഒന്ന്, കോടതിയുടെ ഇടപെടൽ ശക്തമായ നിലയിൽ തുടർന്നാൽ ഡോക്ടർമാർ കുടുങ്ങും, ആശുപത്രി അധികൃതർ കുടുങ്ങും. മറ്റൊന്ന്, അയ്യപ്പകോപം വല്ലാതെ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ഒക്കെ ഭയപ്പെട്ടു. തുടർന്ന് ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായി അന്വേഷണ സംഘം. തുടർന്ന് റിമാൻഡിലായി കഴിഞ്ഞാൽ പിന്നെ റിമാൻഡ് പ്രതിയാണ്. 12 ദിവസത്തെ റിമാൻഡിൽ പെട്ടെന്ന് തന്നെ കൊല്ലം വിജിലൻസ് കോടതി KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു. റിമാൻഡിലായ നിലയ്ക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ കൊടുക്കാൻ പറ്റുമെങ്കിൽ മെഡിക്കൽ കോളേജിൽ പിന്നീട് ചികിത്സ കൊടുക്കാൻ കഴിയും. കാരണം ജയിൽ പുള്ളിയല്ലേ. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോൾ ജയിലിലേക്ക് മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. ഒരുപക്ഷെ ICUവിൽ നിന്ന് ഊളംപാറയിലേക്ക് കൊണ്ടുപോയേനെ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിഹാസം വരുന്നത്. കാരണം ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കണമല്ലോ. ഏത് തലത്തിൽ ചിന്തിച്ചിട്ടും ശങ്കരദാസിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. വിജയകുമാർ അഴിക്കുള്ളിലേക്ക് പോയി. പത്മകുമാർ ജയിലഴിക്കുള്ളിൽ കിടന്ന് കാട്ടാത്ത കോപ്രായങ്ങളൊന്നുമില്ല. ഭ്രാന്തല്ലാത്തതെല്ലാം പത്മകുമാർ അവിടെ കിടന്ന് കാട്ടുന്നുണ്ട്. സുബോധം നഷ്ടപ്പെട്ടതുപോലെ പെരുമാറുന്നു, സുബോധം നഷ്ടപ്പെട്ടതുപോലെ അഭിനയിക്കുന്നു, പിച്ചും പേയും പറയുന്നു. എന്നിട്ടും ആശുപത്രിയിൽ പോലും ആക്കുന്നില്ല. ജയിൽ ഡോക്ടർ പരിശോധിക്കുന്ന ഒരു കുഴപ്പമില്ല. വാസുവിന് സ്ഥിതി എന്താ? വാസുവിനെല്ലാം മറന്നുപോയി, പഴയതെല്ലാം ബ്ലാങ്കായി എന്നാണ് വാസുവിൻ്റെ നിലപാട്. അപ്പോൾ ഉത്തരം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇവർക്കെല്ലാം ഒരു കോമൺ ആയതുകൊണ്ട് ഞങ്ങൾ വളരെ വയസ്സായവരാണ്, വയോധികരാണ്, ആ ഒരു കൺസിഡറേഷൻ തരണമെന്ന്. ഒരു കൺസിഡറേഷൻ ഒരിടത്തും ഈ പ്രതികൾക്ക് കിട്ടുന്നില്ല. പ്രായമായതിൻ്റെ കൺസിഡറേഷൻ കിട്ടുന്നില്ല, ആരോഗ്യപരമായ കൺസിഡറേഷൻ കിട്ടുന്നില്ല. കാരണം ഇവർ വലിയൊരു കൊള്ള നടത്തി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വിജിലൻസ് കോടതിയുടെ ബോധ്യപ്പെടൽ അതുതന്നെയാണ്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ബോധ്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഇടക്കാല റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി പുറത്തുവിടുന്നത്. ഇടക്കാല റിപ്പോർട്ടിന് ആധാരമായത് എന്താണ്? ഒന്ന്, BSSCയുടെ റിപ്പോർട്ട്. 2, SIT നൽകിയ ഒരു ഇടക്കാല റിപ്പോർട്ട്. അപ്പോൾ ആ SIT നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പൂർണ്ണ വിശ്വാസം കോടതി അർപ്പിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോടതി ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്ന്,
കേസ് ഇതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അന്വേഷണം. 2, ഇനി ചോദ്യം ചെയ്യാനുള്ള വമ്പന്മാരെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യുക, അവരുടെ അറസ്റ്റിലേക്ക് കടക്കുക. 3, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട ആ സ്വർണം എവിടെ എന്ന് കണ്ടെത്തുക, ആ സ്വർണം സീസ് ചെയ്യുക. 4, സ്വർണ്ണപ്പാളികൾ അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ വിദേശത്തേക്കോ മറ്റെവിടേക്കെങ്കിലോ കടത്തിയെങ്കിൽ അത് കണ്ടെത്തുക. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിലേക്ക് വേണമെങ്കിൽ കോടതി തിരിയും. ഇന്ന് തന്ത്രിമാരുടെ ഒരു സംഘടന CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. നേരത്തെയുള്ള ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ കിടപ്പുണ്ട്. പക്ഷേ ഹൈക്കോടതിക്ക് തങ്ങൾ നിയോഗിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ വലിയ വിശ്വാസം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിയുക്തമായിരിക്കുന്നത്. കാരണം ഹൈക്കോടതി അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു, ചില ഉത്തരവുകൾ നൽകിയിരിക്കുന്നു. ആ വഴിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഒരാൾ പകച്ചു നിൽപ്പുണ്ട്, PS പ്രശാന്ത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 2017, 19, 25 കൊള്ള. അപ്പോൾ 25 കൊള്ളയിൽ പ്രശാന്ത് വീഴും. ഏറെക്കുറെ ഉറപ്പായി പ്രശാന്തിൻ്റെ അറസ്റ്റ്. അതാണ് നമുക്ക് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു നിരീക്ഷണം. ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, പകരം കൊണ്ടുവച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് എങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി മറുപടി പറയേണ്ട ഒരാൾ കൂടിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രൻ. കാരണം മന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്. തൻ്റെ മുമ്പിലേക്ക് ഫയലുകൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൈ ഒഴിയാനൊന്നും കടകംപള്ളിക്ക് കഴിയില്ല. ഒരു തവണ ചോദ്യം ചെയ്യൽ മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്, പലതവണ ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്ന് കേൾക്കുന്നു. പക്ഷെ അപ്പോഴും ഈ SIT കടകംപള്ളിയിലേക്ക് വീണ്ടും എത്താത്ത ഒരു സാഹചര്യം. കോടതിയിലും ആ ഒരു പേര് അങ്ങനെ അധികം ഉയരുന്നതുമില്ല. SIT പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണ്. ഹൈക്കോടതി പൂർണ്ണ വിശ്വാസം പറയുമ്പോൾ നമുക്ക് അവരിൽ സമ്മർദ്ദമൊന്നും ചെലുത്തേണ്ട. പക്ഷേ അതിനുള്ള ഒരു പരിവ് ഇപ്പോൾ തെളിഞ്ഞു. കാരണം 2017 ഭരണസമിതിയിൽ ഒരു കോൺഗ്രസ് നേതാവുണ്ട്, അജീത് അറയിൽ. അജീത് അറയിലിനെ വളഞ്ഞു. 2017 വാജിവാഹനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ, അഷ്ടദിക്പാലകന്മാരുടെ ശില്പങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിൽ, അന്ന് ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്, അതിനുള്ള അരങ്ങൊരുങ്ങിയത് 2016 എന്ന് പറയുന്നു. അതിൽ കോൺഗ്രസ് സർക്കാരിനും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും പങ്കുണ്ടെങ്കിൽ അത് തെളിയട്ടെ. പക്ഷേ അവിടെ അജീത് അറയിൽ അറസ്റ്റിലാകുമ്പോൾ, അല്ലെങ്കിൽ അജീത് അറയിലിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് വരുത്തുമ്പോൾ, മറുവശത്ത് കടകംപള്ളിയെ കൂടുതൽ മുറുക്കേണ്ടി വരും. ആ ഗതികേട് CPM-ഉം സർക്കാരുമൊക്കെ നേരിടുന്നുണ്ട്. ഒപ്പം PS പ്രശാന്തിലേക്ക് തിരിഞ്ഞാൽ പുതിയ ദേവസ്വം മന്ത്രിയിലേക്കും സംശയങ്ങൾ നീളും. ഇതൊരു നമുക്ക് പലതും ഇപ്പോഴും അജ്ഞാതമാണ്. ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇത്രത്തോളം ഈ കേസ് വളർന്നു വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. പത്മകുമാറിനെ പിടിക്കുമ്പോൾ ബാക്കിയുള്ള 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ നിരപരാധികളായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പത്മകുമാറിൻ്റെ മൊഴി അത് നമ്മൾ മറ്റുള്ളവരെ കൂടി ഈ കുഴിയിലേക്ക് വലിച്ചിടുന്നതാണ് എന്നാണ് കരുതിയത്. അന്ന് ശങ്കർദാസ് വിജയകുമാറും ഒക്കെ പറഞ്ഞത് എന്താ, ഞങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാം പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് അയാളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തിയതെന്നാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയകുമാറും ശങ്കർദാസും അറസ്റ്റിലായി. പ്രശാന്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നമുക്കൊന്നും നേരത്തെ നിർവചിക്കാൻ കഴിയില്ല. അതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. കാരണം അയ്യപ്പൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഹൈക്കോടതി പൂർണ്ണ ശക്തിയിൽ ഒരു നിരീക്ഷണ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് മാത്രം മതി ഈ കൊള്ളയുടെ വ്യാപ്തി അറിയാൻ. ശബരിമലയിൽ നടത്തുന്നത് വൻ കൊള്ള തന്നെ. ഇതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അത് ഓർക്കണം. കേസന്വേഷണം അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലെത്തി നിൽക്കുമ്പോൾ, ഈ ക്ലൈമാക്സിലെത്തി നിൽക്കുമ്പോൾ ഇത്തരമൊരു നിരീക്ഷണം ഹൈക്കോടതി നടത്തണമെങ്കിൽ അവരുടെ പക്ക തെളിവുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ടതാണ്, ഇതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ചില വെളിപ്പെടുത്തലുകൾ കൂടി ഉൾപ്പെട്ടതോടെയായിരുന്നു. എന്നാൽ പിന്നീട് ഈ കോൺഗ്രസിൽ നിന്ന് പലരുടെയും പേരുകൾ, പോറ്റിയുമായി ബന്ധപ്പെട്ട് സൗഹൃദ വലയത്തിന്റെ പേരുകൾ പുറത്തേക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാകട്ടെ, പിന്നീട് VD സതീശനാകട്ടെ, ആർക്കും ഒരക്ഷരം ശബരിമലയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ചക്രക്കൂടത്തിൽ ആരൊക്കെ കൈയിട്ട് വാരി എന്ന് ഇനിയും ചില സത്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. ഈ ഭയം അവരെയൊക്കെ വേട്ടയാടുന്നുണ്ടാകാം. അജയ് തറയിലിൻ്റെ വെപ്രകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടു. നമുക്കിപ്പോൾ UDF-നോട് LDF-നോട് ആരോടും പ്രത്യേക മമതയുടെ കാര്യമില്ല. ശബരിമല കൊള്ളയിൽ ഏതൊക്കെ നേതാക്കൾ ഇടപെട്ടോ അവരൊക്കെ നിയമത്തിൻ്റെ വലയിൽ വീഴണം, അവരൊക്കെ അഴിയിടണം, അവരർഹിക്കുന്ന ശിക്ഷ അവരുടെ മേൽ പതിക്കും. അതിൽ വ്യത്യാസമില്ല.
ഇവിടെ എന്തായാലും ഈ ശബരിമല കൊള്ളയുടെ എല്ലാ വശങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ശബരിമല കൊള്ളയുടെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ചു എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വരുമ്പോൾ പോലും സംസ്ഥാനം ഭരിക്കുന്നവർ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. ശബരിമലയെന്ന് കേൾക്കുന്നതേ അവർക്ക് പേടിയായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് എത്തുന്നു. എവിടെയും ശബരിമലയെക്കുറിച്ച് പ്രതികരിക്കാൻ ആരും നിൽക്കരുത് എന്ന് പറയുകയാണ്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പിണറായി ആ വേദിയിൽ നിന്ന് പറഞ്ഞത് വിശ്വാസം സംരക്ഷിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു അവിടെ ഇനിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ ഒറിജിനലാണോ എന്ന് പോലും അറിയാത്തൊരു ഘട്ടം. എന്നിട്ടും ഭരിക്കുന്നവർ മിണ്ടുന്നില്ല. അല്ല, ഭരിക്കുന്നവർക്ക് മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന അവസ്ഥയല്ലേ. മിണ്ടിയാൽ അവർ കൂടുതൽ വെട്ടിലാകും. അന്ന് 1998 ഏകദേശം 40 കിലോയോളം സ്വർണം കൊണ്ടുവന്ന് ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞതാ വിജയമല്യ. അതിലിനി എത്ര ബാക്കിയുണ്ട് അത് മാത്രമാണ് നമ്മുടെയൊക്കെ സംശയം. പ്രഭാമണ്ഡലത്തിലെ സ്വർണം അടിച്ചു, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അടിച്ചു, എല്ലാ തലങ്ങളിലും സ്വർണം, പൊതിഞ്ഞ സ്വർണ്ണമൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതും കിലോ കണക്കിന് സ്വർണം. ഇതിൻ്റെ പ്ലാനിങ് എപ്പോൾ തുടങ്ങി എന്നതിനെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ. 98 ഈ സാധനം കൊണ്ടേ വെച്ചപ്പോൾ തന്നെ ചിലരുടെ കണ്ണതിൽ ഉടക്കി. ഇതിനെ തുടർന്നാണ് പോറ്റി എന്ന അവതാരം അവിടെ പിറവിയെടുക്കുന്നത്, പിന്നീട് ഇത്ര വലിയ കൊള്ളയിലേക്ക് കടന്നത്. ഇനിയും നടക്കുന്ന പലതും പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. കാരണം ഊഹാപോഹങ്ങളല്ലല്ലോ, പ്രത്യേകിച്ച് ഇത്തരം സ്വർണ്ണക്കൊള്ള കാര്യങ്ങളിൽ. ഇവിടെ ഈ ശങ്കർദാസിന്റെ ഈ ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ എത്രത്തോളം സ്ഥിരീകരണം ഉണ്ട് എന്നറിയില്ല. കാരണം ഈ ശങ്കർദാസിനെ അവിടെ ICUവിൽ പ്രവേശിപ്പിക്കുന്നത് ഒരു പ്രത്യേക സെറ്റ്, ICUവിന്റെ ഒരു സെറ്റ് തന്നെ ഇട്ടിട്ടാണ് പ്രവേശിപ്പിച്ചത് എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള പല കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് ഇത് മാത്രമല്ല, ശങ്കർദാസിന്റെ മകൻ അവധിയിൽ പ്രവേശിക്കുന്നു അച്ഛൻ അറസ്റ്റിലായതിനു ശേഷം, അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം. മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. അപ്പോൾ എന്തായാലും പക്ഷെ അത്തരത്തിൽ വലിയൊരു കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കത്തിലേക്ക് ഈ ശങ്കർദാസ് കടന്നു. മറ്റെല്ലാവരും അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പത്മകുമാർ പറഞ്ഞത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. SIT വരുമ്പോൾ നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ഇവരെല്ലാവരും അറസ്റ്റിന് കീഴ്പ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ശങ്കർദാസ് അതിൽ നിന്നൊക്കെ വിഭിന്നമായി തനിക്കെതിരെ ഉണ്ടായ ഒരു പരാമർശം നീക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ബെഡിൽ വായും പൊളിച്ച് കിടക്കുന്ന ഒരു ചിത്രം വരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലെല്ലാം ജനങ്ങൾ ഇപ്പോൾ ഒരു സംശയത്തോടെയാണ് അതിനെ എല്ലാത്തിനെയും കാണുന്നത്. ശങ്കർദാസ് വളരെ രീതിയിൽ ഇതിൽ നിന്ന് സ്കിപ്പാകാനുള്ള എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട്. അല്ല, കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് വലിയ സ്വാധീന ശക്തിയുള്ള പ്രമുഖർ എല്ലാ നിയമ വലക്കണ്ണികളും പൊട്ടിച്ചെറിയും. അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. തിമിംഗലത്തെ പിടിക്കാൻ കഴിയില്ല. ഈ പരൽമീനുകളെയൊക്കെ പിടിച്ച് മിക്ക കേസുകൾ അവസാനിപ്പിക്കുക പതിവ്. പക്ഷെ ഇവിടെ തിമിംഗലം കുടുങ്ങുന്നു. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ആശുപത്രി അധികൃതർ പ്രത്യേക സെറ്റിട്ട് അവിടെ വാഴിച്ചതാണോ പാർപ്പിച്ചതാണോ ഇതേക്കുറിച്ച് നമുക്ക് ആധികാരികമായി പറയാൻ അറിയില്ല. പക്ഷെ ഒരു തിമിംഗലവും ഈ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് ഈ കേസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഒരു പ്രത്യേകതയാണ്. സത്യം അതിങ്ങനെ മറനീക്കി പുറത്തേക്ക് വരും ഓരോ ദിവസവും. ആ സത്യത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കാനേ ഈ കൊള്ളക്കാർക്കും ഈ പ്രതികൾക്കുമൊക്കെ കഴിയൂ. വിറങ്ങലിക്കുക മാത്രമല്ല, വിറങ്ങലിച്ച് വീഴാനേ കഴിയൂ. കാരണം ഒരു ശാപം അവരുടെ മേൽ അഗ്നിയായി പെയ്തിറങ്ങുകയാണ്. വല്ലാത്ത തലത്തിൽ അവരുടെ ആരോഗ്യം പോലും ക്ഷയിച്ചവർ നിലത്തേക്ക് വീഴുകയാണ്. സത്യം പറയാൻ നിർബന്ധിതരാവുകയാണ്. കോടതിയുടെ മുന്നിൽ പോലും അത്ഭുതകരമായ തലത്തിൽ തെളിവുകൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതുകൊണ്ട് ഈ ഇടക്കാല ഉത്തരവ് ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിലെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു തുടക്കമാണ്. ഇനി നമുക്ക് ക്ലൈമാക്സിലേക്ക് കടക്കാം. അവസാനമായി ചോദിക്കാനുള്ള ഒരു കാര്യം, നമുക്കറിയാം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം 90 ദിവസമായി ജയിലിലാണ്. ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കൊടുത്തു, കുഴപ്പമില്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യത്തിലേക്ക് കടക്കുമോ എന്നൊരു സംശയം. ഇടക്കാല റിപ്പോർട്ട് തന്നെ കിട്ടി, ഹൈക്കോടതിയിൽ കൊടുത്തു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി കൊടുക്കുന്ന തലത്തിലാണെന്ന് ഹൈക്കോടതി തന്നെയാണ് 19-ാം തീയതി ഫിക്സ് ചെയ്തത്. കറക്റ്റ് സമയത്ത് തന്നെ കൊടുത്തു. നമ്മൾ ഇതിൽ കരുതിയിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. അയാളെ ഉപയോഗിച്ച് ആരൊക്കെയോ അവിടെ സ്വർണം കളവ് ചെയ്യുന്നത്. അത് കോടതിയുടെ ഇന്നത്തെ ഉത്തരവിലുണ്ട്. ഇനിയും വമ്പന്മാർ പുറത്തേക്ക് വരാനുണ്ട്. അതിൽ എല്ലാം തെളിയും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര ഒരു നിസ്സാരക്കാരനാണ് എന്ന് നമുക്ക് അപ്പോഴും കരുതാൻ കഴിയില്ലല്ലോ. കാരണം ഒരു ഇടനിലക്കാരൻ മാത്രമായിട്ട് നമുക്ക് അയാളെ അങ്ങ് ഒതുക്കാനും കഴിയില്ല. കാരണം വലിയ പ്ലാനിങ്ങുകൾ ബംഗളൂരുവിലും ഹൈദരാബാദിലും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുമുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ദർ ഇസ് ട്രിക്സ് ഇൻ ഹിസ് സ്മാർട്ട്നെസ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഈ കിളിമാനൂരുള്ള ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ഒരു മട്ടും മാതിരിയോ കാട്ടി ഞാനൊരു വെറും പോറ്റിയാണ്,
എനിക്ക് കുറച്ച് പേരൊക്കെ ആയിട്ട് പരിചയമുണ്ട്. എന്ന് പറഞ്ഞാൽ പോറ്റി ഒരു മഹാപോറ്റിയായിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കേരളത്തിൽ മാത്രമല്ല, പണ്ട് രാജവാണിക്യത്തിൽ പറയുന്ന പോലെ നമുക്ക് ദുബായിലും ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പോറ്റി ബംഗളൂരുവിലും ചെന്നൈയിലും മാത്രമല്ല, ഹൈദരാബാദിലും പോറ്റിക്ക് ബന്ധങ്ങളുണ്ട്. പിന്നീട് നമ്മൾ അറിയുന്നു ദുബായിലും പോറ്റിക്ക് ബന്ധങ്ങളുണ്ടെന്ന്. ഈ പോറ്റി ഒരു മഹാപോറ്റി തന്നെ. എന്തായാലും ശബരിമലയിൽ കോടതിയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്നത് ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ്. കോടതി ഇതിനു മുൻപ് ഹൈക്കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായിരുന്നു, ഇതിൽ വൻ തോക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇത് വലിയ കൊള്ള അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത്. VSSC റിപ്പോർട്ടിലും ഞെട്ടിക്കുന്നതായിട്ടുള്ള പല വിവരങ്ങളും ഉണ്ട്. അതൊക്കെ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അയ്യപ്പന്റെ ഒരു സാന്നിധ്യം ഇവിടെയൊക്കെ വിശ്വാസികൾ കാണുന്നുണ്ട്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി. നമസ്കാരം.